ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ് കാറ്റഗറി 1 EVSുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അമീബയുടെ ശ്വസനാവയവം ഏത്? നെഫ്രീഡിയ, കോശസ്തരം, ശ്വാസകോശം, ത്വക്ക്. അമീബയുടെ ശ്വസനാവയവം ഏതാണ്? കോശസ്തരമാണ് അമീബയുടെ ശ്വസനാവയവം. ഓക്സിജനെ കോശങ്ങളിലേക്കും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ശ്വാസകോശങ്ങളിലേക്കും വഹിച്ചു കൊണ്ടുപോകുന്ന രക്തത്തിലെ ഘടകം ഏത്? ഹീമോഗ്ലോബിൻ, RBC, WBC, പ്ലാസ്മ. ഓക്സിജനെ കോശങ്ങളിലേക്കും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ശ്വാസകോശങ്ങളിലേക്കും വഹിച്ചു കൊണ്ടുപോകുന്ന രക്തത്തിലെ ഘടകമാണ് ഹീമോഗ്ലോബിൻ. പുകയിലയിൽ അടങ്ങിയ പ്രധാന വിഷവസ്തു ഏത്? കഫീൻ, DDT, നിക്കോട്ടിൻ, ആഴ്സനിക്. പുകയിലയിൽ അടങ്ങിയ പ്രധാന വിഷവസ്തുവാണ് നിക്കോട്ടിൻ. മണ്ണിരയിൽ വാതക വിനിമയത്തിന് സഹായകമായ അവയവം ഏത്? മണ്ണിരയിൽ വാതക വിനിമയത്തിന് സഹായകമായ അവയവം ബുക്ക് ലെൻസ്, ശ്വാസകോശം, വായ, ഈർപ്പമുള്ള ത്വക്ക്. മണ്ണിരയിൽ വാതക വിനിമയത്തിന് സഹായകമായത് ഈർപ്പമുള്ള ത്വക്കാണ് കറക്റ്റ് ആൻസർ. പല്ലിൻ്റെ ഇനാമൽ നശിക്കുന്നതിന് ഏറ്റവും ശരിയായ കാരണം ഏത്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ പല്ലിൻ്റെ ഇനാമൽ നശിക്കുന്നതിന് ഏറ്റവും ശരിയായ കാരണം പല്ലിനടിയിൽ ബാക്ടീരിയകൾ വളരുന്നത് കൊണ്ട് ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് പല്ല് കേടുവരുത്തുന്നത് കൊണ്ട് സൂക്ഷ്മാണുക്കൾ പല്ലിൻ്റെ ഇനാമലിനെ ഭക്ഷിക്കുന്നത് കൊണ്ട് പല്ലിനടിയിൽ ഭക്ഷണശകലത്തിൽ ബാക്ടീരിയകൾ പോഷണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡുമായി പ്രവർത്തിച്ച്. എന്താണ് കറക്റ്റ് ആൻസർ? പല്ലിനടിയിൽ ഭക്ഷണശകലത്തിൽ ബാക്ടീരിയകൾ പോഷണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡുമായി പ്രവർത്തിച്ചാണ് പല്ലിൻ്റെ ഇനാമലിന് കേടുവരുന്നത്. അപ്പോൾ പല്ലിൻ്റെ ഇനാമൽ കേടുവരുത്തുന്ന ആസിഡ് ഏതാ ചോദിച്ചാൽ ലാക്റ്റിക് ആസിഡ്. ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. പ്രകാശ തീവ്രത അളക്കാനുള്ള ഉപകരണം ഏത്? ബാരോമീറ്റർ, തെർമോമീറ്റർ, കാലിഡോസ്കോപ്പ്, ഫോട്ടോമീറ്റർ. പ്രകാശ തീവ്രത അളക്കാനുള്ള ഉപകരണമാണ് ഫോട്ടോമീറ്റർ. അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിക്കപ്പെട്ട വർഷം താഴെ പറയുന്നവയിൽ ഏതാണ്? 2014, 2015, 2016 എന്നാട്ടോ. 2017 അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിക്കപ്പെട്ട വർഷം 2015 കറക്റ്റ് ആൻസർ. തെളിഞ്ഞ ജലമുള്ള കുളത്തിൻ്റെ അടിഭാഗം നമുക്ക് കാണാൻ കഴിയുന്നതിന് കാരണമായ പ്രതിഭാസം ഏത്? പ്രതിപതനം, അപവർത്തനം, പ്രകീർണനം, നേർരേഖാസഞ്ചാരം. തെളിഞ്ഞ ജലമുള്ള കുളത്തിൻ്റെ അടിഭാഗം നമുക്ക് കാണാൻ കഴിയുന്നതിന് കാരണമായ പ്രതിഭാസം പ്രതിപതനം. ഓടിട്ട വീടുകളിൽ മുറിക്കകത്ത് വെളിച്ചം ലഭിക്കാൻ ഒരു ഓട് മാറ്റി അവിടെ ഗ്ലാസ് കഷ്ണം വെക്കാറുണ്ട്. ഇതിൻ്റെ കാരണം എന്ത്? ഗ്ലാസ് അതാര്യ വസ്തുവാണ്, ഗ്ലാസ് സുതാര്യ വസ്തുവാണ്, ഗ്ലാസ് അർദ്ധതാര്യ വസ്തുവാണ്, ഗ്ലാസ് പ്രകാശ തീവ്രത വർദ്ധിപ്പിക്കുന്നു. എന്താണ് കറക്റ്റ് ആൻസർ? ഗ്ലാസ് സുതാര്യ വസ്തുവാണ്, പ്രകാശം കടത്തിവിടും. വൈദ്യുത ബൾബിലെ ഫിലമെൻ്റ് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം താഴെ പറയുന്നവയിൽ ഏതാണ്? അലൂമിനിയം, ചെമ്പ്, ടങ്സ്റ്റൺ, നിക്രോം. വൈദ്യുത ബൾബിലെ ഫിലമെൻ്റ് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ടങ്സ്റ്റൺ ആണ്. വീട്ടിൽ ഷോക്കേറ്റ് നിൽക്കുന്ന ഒരാളെ രക്ഷിക്കാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആംബുലൻസ് വിളിച്ച് ഉടൻ ആശുപത്രിയിൽ എത്തിക്കണം, കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകണം, ശരീരം തടവി ചൂടാക്കണം, ഷോക്കേറ്റ ആളുടെ നെഞ്ചിൽ 2 കൈയും അമർത്തി വെച്ച് വീണ്ടും വീണ്ടും അമർത്തി തടവണം, മെയിൻ സ്വിച്ച് ഓഫാക്കുകയോ ഉണക്ക വടി കൊണ്ട് ഷോക്കേറ്റ വ്യക്തിയെ തട്ടി മാറ്റുകയോ വേണം. ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? ഷോക്കേറ്റ് നിൽക്കുന്ന ഒരാളെ രക്ഷിക്കാൻ
ആദ്യം ചെയ്യേണ്ടത് എന്താണ്? മെയിൻ സ്വിച്ച് ഓഫാക്കുകയോ ഉണക്കവടി കൊണ്ട് ഷോക്കേറ്റ വ്യക്തിയെ തട്ടി മാറ്റുകയോ വേണം എന്നതാണ് കറക്റ്റ് ആൻസർ. അന്തരീക്ഷ വായുവിൽ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവ് സ്ഥിരമായി നിലനിർത്താൻ സഹായകമായ പ്രവർത്തനങ്ങളേവ? പ്രകാശ സംശ്ലേഷണവും ആഹാര സമ്പാദനവും, പ്രകാശ സംശ്ലേഷണവും ശ്വസനവും, ജ്വലനവും പ്രകാശ സംശ്ലേഷണവും ശ്വസനവും ജ്വലനവും. അന്തരീക്ഷ വായുവിൽ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവ് സ്ഥിരമായി നിലനിർത്താൻ സഹായകമായ പ്രവർത്തനങ്ങളാണ് ജ്വലനവും പ്രകാശ സംശ്ലേഷണവും. ജ്വലനവും എന്നാണ് കേട്ടോ, ജ്വലനവും പ്രകാശ സംശ്ലേഷണവും. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? ടാർട്ടാറിക് ആസിഡ്, മാലിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. താഴെ പറയുന്നവയിൽ നെല്ലിൻ്റെ സങ്കര ഇനമല്ലാത്തത് ഏത്? ഈ ക്വസ്റ്റ്യൻസൊക്കെ SCERT ബുക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഈ ഭാഗത്ത് SCERT ബുക്കിനെ റെഫർ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. താഴെ പറയുന്നവയിൽ നെല്ലിൻ്റെ സങ്കര ഇനമല്ലാത്തത് ഏത്? അല്ലാത്തതാണ് ചോദിച്ചത്. അശ്വതി, രോഹിണി, അന്നപൂർണ, ലക്ഷഗംഗ. ഇതിൽ അശ്വതി, രോഹിണി, അന്നപൂർണയൊക്കെ നെല്ലിൻ്റെ സങ്കര ഇനമാണ്. സങ്കര ഇനമല്ലാത്തത് ഏതാണ്? ലക്ഷഗംഗയാണ്. ലക്ഷഗംഗ എന്തിൻ്റെ സങ്കര ഇനമാണ്? തെങ്ങിൻ്റെ. ലോകബാങ്ക് സഹായത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന ഗ്രാമീണ ജലവിതരണ ശുചിത്വ മിഷനാണ് ജലനിധി. ഇത് ഞാൻ ആൻസർ എഴുതിയിരിക്കുകയാണ്. ലോകബാങ്ക് സഹായത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന ഗ്രാമീണ ജലവിതരണ ശുചിത്വ മിഷൻ അറിയപ്പെടുന്നത് ജലനിധി എന്നാണ്. ജൈവ കീട നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവി ട്രൈക്കോഡെർമ, റൈസോബിയം, അസറ്റോബാക്ടർ, അസോള. റൈസോബിയമൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. റൈസോബിയം എന്താണ്? നമ്മൾ ഇപ്പോൾ പയറുവർഗ്ഗം ചെടികളുടെ വേരിൽ വസിക്കുന്ന ബാക്ടീരിയയാണ് റൈസോബിയം എന്ന് പറഞ്ഞു അല്ലേ. അസറ്റോബാക്ടർ എന്താണ്? മണ്ണിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു ബാക്ടീരിയ ആണ്. അപ്പോൾ ജൈവ കീട നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവിയാണ് ട്രൈക്കോഡെർമ. ജൈവമണ്ഡലത്തിൽ ആകെയുള്ള ജൈവജാതികളുടെ എണ്ണം, അവയിൽ പ്രകടമാകുന്ന വ്യത്യാസങ്ങൾ, പരസ്പരാശ്രയത്വം എന്നിവ സൂചിപ്പിക്കുന്ന വൈവിധ്യം ഏത് തരം വൈവിധ്യമാണ്? ജനിതക വൈവിധ്യം, ജീവജാതി വൈവിധ്യം, ആവാസ വ്യവസ്ഥാ വൈവിധ്യം, ജൈവ വൈവിധ്യം. ജൈവമണ്ഡലത്തിൽ ആകെയുള്ള ജൈവജാതികളുടെ എണ്ണം, അവയിൽ പ്രകടമാകുന്ന വ്യത്യാസങ്ങൾ, പരസ്പരാശ്രയത്വം എന്നിവ സൂചിപ്പിക്കുന്ന വൈവിധ്യമാണ് ജീവജാതി വൈവിധ്യം. 5E അന്വേഷണാത്മക പഠനം. 5E അന്വേഷണാത്മക പഠനമൊക്കെ മുമ്പത്തെ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വിശദമായി തന്നെ. 5E അന്വേഷണാത്മക പഠന മാതൃകയിലുള്ള ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പോൾ ഈ 5E ഒക്കെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതിൻ്റെ 5 ഘട്ടങ്ങളും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, എലാബറേറ്റ്, ഇവാലുവേറ്റ്. ഇതാണ് 5E അന്വേഷണാത്മക പഠന മാതൃകയുടെ 5 ഘട്ടങ്ങൾ. എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, ഇലാബറേറ്റ്, ഇവാലുവേറ്റ്. അപ്പോൾ ഇതിലേതായിരിക്കും കറക്റ്റ് ആൻസർ? പരീക്ഷണങ്ങൾ ചെയ്യൽ എന്നതാണ് 5E അന്വേഷണ മാതൃകയുടെ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത്. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് ഏതു പേരിൽ അറിയപ്പെടുന്നു? സന്ധിവാതം, ടെറ്റനി, ഗൗട്ട്, ഡയബറ്റീസ്. ഇപ്പോൾ പേശികളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന രോഗമാണ് ടെറ്റനി. ഇപ്പോൾ പ്രധാനമായിട്ടും കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേശികളുടെ കോച്ചി വലിവാണ് ടെറ്റനി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത ദിവസം പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഈ കേട്ടിട്ട് നിങ്ങൾക്ക് ഉള്ളതാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.